നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് വിശദമായി കടക്കുന്നു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഞായറാഴ്ച അറിയാം. AICC നിരീക്ഷകർ നിയുക്ത MLA-മാരുമായി KPCC ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി നിശ്ചയിക്കാനുള്ള തീരുമാനം AICC അധ്യക്ഷന് വിട്ട് ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പ്രമേയം പാസാക്കി. മാരത്തൺ ചർച്ചകൾക്കാണ് രാവിലെ മുതൽ KPCC ആസ്ഥാനമായി ഇന്ദിരാഭവൻ സാക്ഷ്യം വഹിച്ചത്. കോൺഗ്രസിന്റെ 63 നിയുക്ത MLA-മാരും യോഗത്തിനെത്തി. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള തീരുമാനം AICC അധ്യക്ഷന് വിട്ട് പാർലമെന്ററി പാർട്ടി യോഗം പ്രമേയം പാസാക്കി. ആ പ്രമേയം KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ചു. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ പ്രമേയത്തെ പിന്താങ്ങി. ഐക്യകണ്ഠേന ആ പ്രമേയം പാസായി. അത് AICCക്ക് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് നേതൃത്വത്തിന് കൈമാറുമെന്നും AICC അധ്യക്ഷൻ തീരുമാനമെടുക്കുമെന്നും നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ്മാക്കനും. Then the leadership wanted us to discuss one-on-one with all the MLAs, which we have discussed. We will submit our report and then decision will be taken soon. നിയുക്ത MLA-മാരെ നിരീക്ഷകർ വെവ്വേറെ കണ്ടു. നിരീക്ഷകരെ കണ്ട MLA-മാരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളെ സ്വീകരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകും. കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് അധികാരത്തിലേറും. ഞായറാഴ്ച മുഖ്യമന്ത്രി ആരെന്നത് AICC നേതൃത്വം പ്രഖ്യാപിക്കും. ഇതിന് മുന്നോടിയായി മുഖ്യമന്ത്രി പദം ലക്ഷ്യമിടുന്ന KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ AICC നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിക്കും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഡൽഹിക്ക് പോകും. ഈ മാസം 15-ന് ശേഷമാകും സത്യപ്രതിജ്ഞ. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അധികാരം കോൺഗ്രസ് അധ്യക്ഷന് വിട്ട് നിയമസഭാ കക്ഷിയോഗം സമാപിച്ചു. ഇനി ഡൽഹിയിൽ നിന്ന് തീരുമാനത്തിന് കാത്ത രാഷ്ട്രീയ കേരളം. KPCC ആസ്ഥാനത്ത് നിന്നും അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ VD സതീശനായി തെരുവിലിറങ്ങി പ്രവർത്തകർ. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പ്രകടനം നടന്നു. പട നയിച്ചവർ നാട് ഭരിക്കട്ടെ എന്ന മുദ്രാവാക്യം വിളികളോടെയായിരുന്നു പ്രകടനം. അതേസമയം നേതാക്കൾക്കായി ഫ്ലക്സ് പോര് തുടരുകയാണ്. മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകൾക്ക് ചൂടേറുമ്പോൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ VD സതീശനെ അനുകൂലിച്ച പ്രവർത്തകരുടെ പ്രകടനം. എറണാകുളം നെട്ടൂരിൽ പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന് മുദ്രാവാക്യമുയർത്തി പ്രവർത്തകർ രംഗത്തെത്തി. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളത്തിൽ തകർന്നു കോൺഗ്രസിനാ കൈപിടിച്ചു ഉയർത്തിയിട്ട് ഇത്രയും വരെ എത്തിച്ച് ചോരനീരാക്കി കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം. തൃശൂരിൽ കൊടുങ്ങല്ലൂരും പെരുമ്പിലാവും പ്രവർത്തകർ തെരുവിലിറങ്ങി. കണ്ണൂരിൽ പഴയങ്ങാടിയിലും ഇരിട്ടിയിലും കോഴിക്കോട് കുറ്റ്യാടിയിലും സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി പ്രവർത്തകർ രംഗത്തെത്തി. അതേസമയം കോൺഗ്രസ് നേതാക്കൾക്കായി ഫ്ലെക്സ് പോരും തുടരുകയാണ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും ഫ്ലെക്സും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. KPCC ആസ്ഥാനത്ത് KC വേണുഗോപാലിനായി കൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ചു. ആലപ്പുഴ DCC ഓഫീസിന് മുന്നിൽ KC വേണുഗോപാലിനെതിരെ വെച്ച ഫ്ലെക്സ് ബോർഡുകൾ കോൺഗ്രസ് പ്രവർത്തകർ കീറിക്കളഞ്ഞു. VD സതീശനെ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച് കണ്ണൂരിൽ ഫ്ലെക്സ് ഉയർന്നു. കണ്ണൂർ എടക്കാട് മേഖലയിൽ K സുധാകരന്റെ നാട്ടിൽ VD സതീശനെ പിന്തുണച്ച യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മുഖ്യമന്ത്രി ചർച്ചകൾ ഒരു ഭാഗത്ത് തുടരുന്നതിനിടെ AICC നിരീക്ഷകർ UDF ഘടകകക്ഷി നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. AICC നിരീക്ഷകരെ നിലപാട് അറിയിച്ചതായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പൊതുവികാരം കണക്കിലെടുത്തുള്ള തീരുമാനം വേഗം ഉണ്ടാകണമെന്ന് കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ് പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഘടകകക്ഷി നേതാക്കൾ കന്റോൺമെന്റ് ഹൌസിലെത്തി VD സതീശനുമായി ചർച്ച നടത്തി. മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് AICC നിരീക്ഷകർ UDF ഘടകകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഓരോ പാർട്ടി നേതാക്കളെയും പ്രത്യേകമായാണ് കണ്ടത്. We had told what exactly had happened. We had passed one-line resolution, talked to all the MLAs one by one, and now we are going back with our report. No, we don't have any names. We have only one-line resolution. ഘടകകക്ഷികളുടെ നിലപാട് ചർച്ച ചെയ്ത ശേഷം ഹൈക്കമാൻഡ് തീരുമാനം അറിയിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. പാർട്ടിയുടെ ഒപ്പീനിയൻ അവരോട് അറിയിച്ചു. അതിനി അവരുടെ ലീഡർഷിപ്പിനെ അറിയിച്ച് അവിടുന്ന് പിന്നെ എന്താ അതിൻ്റെ നടപടിക്രമം എന്നുള്ളത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ അവരെ അറിയിക്കും. പൊതുവികാരം കണക്കിലെടുത്തുള്ള തീരുമാനം വേഗമുണ്ടാകണമെന്നും സിറ്റിംഗ് MLA-മാരിൽ ഒരാൾ മുഖ്യമന്ത്രിയായി വരണമെന്നും കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ്. A quick decision should be taken
decision as early as possible should be taking into consideration the public opinion in Kerala. Better to be an existing MLA. മുഖ്യമന്ത്രി ആരാകുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ തീരുമാനിക്കാമെന്നും ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ലെന്നും RSP നേതാവ് ഷിബു ബേബി ജോൺ. കോൺഗ്രസ് പാർട്ടി ഏത് നേതാവിനെ തീരുമാനിക്കുന്നോ അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് അറിയിക്കുകയും ചെയ്തു. പൊതു ചർച്ച മാത്രമേ ഉള്ളൂ, ആര് വേണമെന്നൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ RSPയുടെ നിലപാട് അറിയിച്ചു. ഹൈക്കമാൻഡ് തീരുമാനത്തോടൊപ്പം ഉണ്ടാകുമെന്ന് CMP നേതാവ് CP ജോൺ പറഞ്ഞു. കൂടിക്കാഴ്ച പൂർത്തിയാക്കി AICC നിരീക്ഷക സംഘം ഡൽഹിയിലേക്ക് മടങ്ങി. നാളെ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിക്കും. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് തോൽവിയുണ്ടായി 3-ാം നാൾ പ്രതികരണം പ്രസ്താവനയിൽ ഒതുക്കി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഗൗരവബുദ്ധിയോടെ പരിശോധിക്കും, തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകും. തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണ് ഇനിയെന്നും പിണറായി വിജയൻ പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു. കനത്ത തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായിട്ടും ഇടതുമുന്നണിയെ നയിച്ച പിണറായി വിജയൻ പ്രതികരിക്കാത്തതിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ഒടുവിൽ പ്രസ്താവനയിൽ പ്രതികരണം ഒതുക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ. UDFന് അഭിനന്ദനങ്ങൾ നേരുന്നു. അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായത്. LDFന് ഈ ജനവിധി അവസാന വാക്കല്ല, തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള പുതിയ തുടക്കമാണെന്ന വാചകത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലേക്ക് എത്തുമെന്ന സൂചന പിണറായി വിജയൻ നൽകുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തമായ ജാഗ്രതയുണ്ടാകും. ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്തുന്ന ഏത് നടപടിയെയും പിന്തുണയ്ക്കും. എന്നാൽ ജനവിരുദ്ധ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് പിണറായി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവകരമാണ്. ഒരു വർഗീയതയോടും സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ പോരാട്ടം തുടരും. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ എല്ലാ സഖാക്കൾക്കും പറയാനുള്ളത് കേൾക്കും, തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകുമെന്നും പിണറായി വിജയൻ പറയുന്നു. UDFും BJPയും ചില മാധ്യമങ്ങളുടെ നിലപാടും ചേർന്നുണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് തോൽവി ഉണ്ടായതെന്നാണ് പിണറായി വിജയന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPIMൽ പിണറായി വിജയനെതിരെ വിമർശനം. വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തത് തിരിച്ചടിയായെന്ന് നേതാക്കൾ. അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ KN ബാലഗോപാൽ ഉൾപ്പെടെ 2ാം നിരയിലെ മുതിർന്ന നേതാക്കൾ നേതൃത്വം തിരുത്തണം എന്ന ആവശ്യം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടില്ലെന്നായിരുന്നു LDF യോഗത്തിനു ശേഷമുള്ള TP രാമകൃഷ്ണന്റെ പ്രതികരണം. വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാതിരുന്നത് തിരിച്ചടിയായെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വളർത്താൻ ഇടയാക്കിയെന്നും വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉണ്ടായ പരാമർശങ്ങളും എതിരാളികളുടെ പ്രചാരണത്തിന് ആക്കം കൂട്ടിയെന്നും വിമർശനമുണ്ട്. അണികളെ മനസ്സിലാക്കി വേണം നേതൃത്വം മുന്നോട്ടു പോകാനെന്ന് KN ബാലഗോപാൽ, P രാജീവ്, M സ്വരാജ് എന്നീ നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ അറിയിച്ചു. തോൽവിയുടെ ഗൗരവം പാർട്ടി നേതൃത്വം മനസ്സിലാക്കണമെന്നും താഴെത്തട്ടിൽ നിന്നുള്ള പരിശോധന വേണമെന്നും നേതാക്കളുടെ അഭിപ്രായം. പേരാവൂരിൽ മത്സരിപ്പിച്ചതിൽ KK ശൈലജ സെക്രട്ടേറിയറ്റിൽ അതൃപ്തി രേഖപ്പെടുത്തി. കനത്ത പരാജയത്തിൽ പാർട്ടി അംഗങ്ങൾക്ക് തുറന്നടിച്ച് അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. അസാധാരണമായ തരത്തിൽ സംഘടന ഒട്ടാകെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പല തലങ്ങളിൽ യോഗം ചേരാൻ പോവുകയാണ്. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം തുറന്നടിച്ച് നിങ്ങൾക്ക് പറയാം. ക്ഷമാപൂർവ്വം സഹാക്കൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ സമയം കൊടുത്ത് ചർച്ച നടത്തണം. തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ഇടതുമുന്നണി യോഗവും ഇന്ന് ചേർന്നിരുന്നു. ജനങ്ങളിലേക്ക് മുന്നണി സംവിധാനം ഇറങ്ങിച്ചെല്ലണമെന്നും വിമർശനമുയർന്നു. പരാജയത്തിന് പലവിധ കാരണങ്ങളുണ്ടെന്നും ഒന്നിച്ചു നിന്നാൽ തിരിച്ചു വരാമെന്നും പിണറായി വിജയൻ യോഗത്തിൽ അറിയിച്ചു. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും പിണറായി വ്യക്തമാക്കി. ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടില്ലെന്നും വർഗീയ നിലപാട് ഉയർത്താൻ ശ്രമം നടന്നിട്ടുണ്ടെന്നും LDF കൺവീനർ. ന്യൂനപക്ഷ ഏകീകരണം എന്ന നിലപാടിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ എത്തിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഫലങ്ങളും ഓരോ പ്രദേശത്തുമുള്ള അനുഭവങ്ങളും ഞങ്ങൾ പരിശോധിച്ച് എന്നാൽ വർഗീയമായ നിലപാട് ഉയർത്താൻ ശ്രമം നടന്നിട്ടുണ്ട് കേരളത്തിൽ. എല്ലാ പാർട്ടികളുടെയും കീഴ്ഘടകങ്ങൾ മുതൽ യോഗം ചേർന്ന് തിരഞ്ഞെടുപ്പ് വിലയിരുത്തി ജൂൺ 15 ശേഷം മുഴുവൻ സമയ LDF ചേർന്ന് തിരഞ്ഞെടുപ്പ് വീണ്ടും ചർച്ച ചെയ്യും. 24 തിരുവനന്തപുരം. കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഗൗരവമായ ആത്മപരിശോധനയ്ക്കൊരുങ്ങുകയാണ് ഇടത് പാർട്ടികൾ. CPI, CPIM കേന്ദ്ര നേതൃയോഗങ്ങൾ ഡൽഹിയിൽ ചേരും. പരാജയ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കാനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് നേതൃത്വത്തിന്റെ തീരുമാനം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷം CPIയുടെ നിർണായക നേതൃയോഗങ്ങൾക്കാണ് നാളെ ഡൽഹിയിൽ തുടക്കമാകുന്നത്. നാളെ രാവിലെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗവും തുടർന്ന് ദേശീയ എക്സിക്യൂട്ടീവും ചേരും. ശനി, ഞായർ ദിവസങ്ങളിൽ ദേശീയ കൗൺസിൽ യോഗവും നടക്കും. സംസ്ഥാനത്തു നിന്നുള്ള തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടുകൾ യോഗം വിശദമായി ചർച്ച ചെയ്യും. കടുത്ത വിമർശനവും യോഗത്തിൽ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ ഉയർന്നേക്കും.
സമാനമായ രീതിയിൽ CPM-ഉം പരാജയ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ മാസം 10-11 തീയതികളിൽ CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ചേരും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തിരിച്ചടി PB യോഗം വിലയിരുത്തും. ഇതിനു പുറമെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വരുന്നത് സംബന്ധിച്ചും PB തീരുമാനമെടുക്കും. ഈ മാസം അവസാന വാരം കേന്ദ്ര കമ്മിറ്റിയും ഡൽഹിയിൽ ചേരുന്നുണ്ട്. 24. തിരികെ ലൈറ്റ് എഡിഷനിലേക്ക്. അടുത്ത വാർത്തയിലേക്ക്. സർക്കാർ രൂപീകരണത്തിൽ തമിഴ്നാട്ടിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അവകാശവാദം ഉന്നയിച്ച് തുടർച്ചയായ രണ്ടാം ദിനവും TVK അധ്യക്ഷൻ വിജയ് ഗവർണറെ കണ്ടു. എന്നാൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. TVKയ്ക്ക് പിന്തുണ നൽകുന്ന കാര്യം ഇടത് പാർട്ടികളും VCKയും തീരുമാനിക്കുമെന്ന് DMK വക്താവ് TK ഇളങ്കോവൻ വ്യക്തമാക്കി. തമിഴക വെട്രിക്കഴകം ഭരിക്കട്ടെയെന്ന് MK സ്റ്റാലിനും അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാളിൽ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുന്നതിനിടെ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതിന്റെ മുന്നോടിയായാണ് നടപടി. പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കും. മറ്റന്നാളാണ് സത്യപ്രതിജ്ഞ. അതിനിടെ മമതാ ബാനർജിക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് രംഗത്തു വന്നു. സത്യസന്ധമായ തെരഞ്ഞെടുപ്പല്ല ബംഗാളിൽ നടന്നതെന്നും വൻ തിരിമറിയുണ്ടായെന്നും അഖിലേഷ് യാദവ് ആരോപിച്ചു. കൊൽക്കത്തയിലെത്തി മമതയെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പു നൽകി. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള അമേരിക്കയുടെ 14 നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാനുമായി ധാരണയാകാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിത പാതയൊരുക്കാമെന്ന് ഇറാൻ അറിയിച്ചു. യുദ്ധം അവസാനിച്ചാൽ കപ്പലുകളുടെ സുരക്ഷിത ഗതാഗതം ഉറപ്പാക്കാനായി ഫ്രഞ്ച് ആണവ വിമാനവാഹിനി കപ്പൽ ഹോർമുസ് കടലിലേക്ക് പുറപ്പെട്ടു. സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ടുവെച്ച 14 നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും വൈകാതെ പ്രതികരണം അറിയിക്കുക ഉറപ്പു തേടിയെന്നാണ് റിപ്പോർട്ടുകൾ. നിർദ്ദേശം ഇറാൻ അംഗീകരിക്കുന്ന പക്ഷം അമേരിക്ക ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകുകയും ചെയ്യും. ഇറാനുമായി കഴിഞ്ഞ 24 മണിക്കൂറിൽ നല്ല ചർച്ചകൾ നടന്നെന്നും കരാറിലെത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചത്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കാമെന്ന് ഉറപ്പു നൽകി ഇറാൻ രംഗത്തെത്തിയിരുന്നു. പിന്നാലെ ഫ്രഞ്ച് ആണവ വിമാനവാഹിനി കപ്പലിനെ ഹോർമുസിലേക്ക് ഫ്രാൻസ് അയച്ചു. ചാൾസ് ഡിഗല്ല എന്ന കപ്പലാണ് ഹോർമുസിലേക്ക് നീങ്ങുന്നത്. ഹോർമുസിലൂടെയുള്ള സുരക്ഷിത ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്നും ഇറാൻ യുദ്ധം അവസാനിച്ച ശേഷം മാത്രമേ കപ്പൽ ഹോർമുസിൽ വിന്യസിക്കൂ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വ്യക്തമാക്കി. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയുമായി ചർച്ച നടത്തിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ വ്യക്തമാക്കി. അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ഇറാൻ പരിശോധിച്ചു വരുമ്പോഴാണ് പെസഷ്കിയാന്റെ പ്രതികരണം. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന പ്രതീക്ഷയിൽ എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. സംസ്ഥാനത്ത് വേനൽമഴ സജീവമാവുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. സ്കൂൾ തുറക്കാൻ 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ പാഠപുസ്തക വിതരണം പ്രതിസന്ധിയിൽ. ആവശ്യമായ പേപ്പർ എത്താത്തതിനാൽ 70% പാഠപുസ്തകങ്ങളുടെ പ്രിന്റിംഗ് മാത്രമാണ് പൂർത്തിയായത്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ ആകില്ല എന്ന് KBPS വർക്കേഴ്സ് യൂണിയൻ പറയുന്നു. വേനലവധിക്ക് മുൻപ് കുട്ടികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരുന്നുവെങ്കിലും സ്കൂൾ തുറന്നാലും കുട്ടികൾക്ക് മുഴുവൻ പുസ്തകം എത്തിക്കാൻ സാധിക്കില്ലെന്നാണ് സൂചന. സ്കൂൾ തുറക്കാൻ 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ 70% പുസ്തകങ്ങളുടെ പ്രിന്റിംഗ് മാത്രമാണ് പൂർത്തിയായത്. പ്രിന്റ് ചെയ്ത പുസ്തകങ്ങൾക്ക് ബൈൻഡിംഗും ചെയ്തിട്ടില്ല. പ്രിന്റിംഗിനും ബൈൻഡിംഗിനുമുള്ള പേപ്പറുകൾ ലഭ്യമാകാത്തതാണ് പ്രധാന പ്രതിസന്ധി. സർക്കാർ കൃത്യമായി പേപ്പർ നൽകുന്നില്ലെന്ന് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി വർക്കേഴ്സ് യൂണിയൻ. മുഴുവൻ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ ഇനി 2 മാസമായാലും പൂർത്തീകരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവിടെ അച്ചടി നടന്നിട്ടില്ല. KBPSൽ 70% പാഠപുസ്തകങ്ങളുടെ അച്ചടിയാണ് നടന്നിരിക്കുന്നത്. അതും പുറംചട്ടയില്ലാത്തതുകൊണ്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മുടെ സ്കൂളിന് 3 ആഴ്ചയെ സമയമുള്ളൂ തുറക്കാൻ. ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ ഒരു കാരണവശാലും ഈ പാഠപുസ്തകങ്ങൾ എത്ര ശ്രമിച്ചാലും അച്ചടിച്ച് നമുക്ക് സ്കൂളുകളിൽ കൊടുക്കാൻ കഴിയും. മുൻ വർഷങ്ങളിൽ പുസ്തകം അച്ചടിച്ചതിന് 300 കോടിയോളം രൂപയാണ് സർക്കാർ KBPSന് നൽകാനുള്ളത്. കുടിശ്ശികയുള്ളതിനാൽ KBPSന് സ്വന്തമായി പേപ്പർ വാങ്ങാൻ കഴിയുന്നില്ല. എത്രയും വേഗം പേപ്പർ എത്തിച്ചില്ലെങ്കിൽ ഈ അധ്യയന വർഷം പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിലെ വാദത്തിനിടെ സംസ്ഥാനത്തെ ഭരണമാറ്റം സുപ്രീം കോടതിയെ അറിയിച്ച് സർക്കാർ അഭിഭാഷകൻ. സംസ്ഥാന രാഷ്ട്രീയ മാറ്റത്തിലായതിനാൽ
ശബരിമലയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം നൽകാൻ ആയേക്കില്ലെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത പറഞ്ഞു. യുവതീ പ്രവേശന വിലക്കിനെ എതിർക്കണമെന്ന നിർദ്ദേശമാണ് തനിക്ക് ലഭിച്ചിരുന്നതെന്ന് ജയദീപ് ഗുപ്ത വ്യക്തമാക്കി. എന്നാൽ നേരത്തെയുള്ള നിലപാട് ഇതിനകം തന്നെ മാറ്റിയല്ലോ എന്ന് ജസ്റ്റിസ് BV നാഗരത്ത് ചോദിച്ചു. അനിവാര്യമായ മതാചാരങ്ങൾ കോടതികളല്ല തീരുമാനിക്കേണ്ടത്, മതപണ്ഡിതരാണ് എന്നും ജയദീപ് ഗുപ്ത വാദിച്ചു. കേസിൽ ചൊവ്വാഴ്ച വാദം തുടരും. മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ പാലക്കാട് മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിച്ചായിരുന്നു SIT കുറ്റപത്രം തയ്യാറാക്കിയത്. മൂന്നാം ബലാത്സംഗ പരാതിയിൽ കഴിഞ്ഞ ജനുവരി 11-നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് നിന്ന് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നായിരുന്നു പരാതി. തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് ക്രൂരമായി പീഡിപ്പിച്ചെന്ന് പെൺകുട്ടി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. ഈ സംഭവത്തിൽ ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിച്ചാണ് SIT കുറ്റപത്രം തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. പരാതിക്കാരിയെ വിളിച്ചുവരുത്തി മൊഴിയെടുക്കുകയും മറ്റു വിശദാംശങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. പരാതിയിൽ പറഞ്ഞിരുന്ന പല കാര്യങ്ങളുടെയും വിശദമായ വിവരങ്ങൾ SIT ശേഖരിച്ചു. ഇക്കാര്യങ്ങളടക്കം ഉൾപ്പെടുത്തി വിശദമായ കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചത്. മൂന്നാം ബലാത്സംഗ കേസിൽ 17 ദിവസത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽവാസം അനുഭവിച്ചിരുന്നു. മറ്റ് 2 ബലാത്സംഗ പരാതികൾ നിലനിൽക്കുന്നതിനിടെ ആദ്യമായിട്ടാണ് ഒരു കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. 24 പത്തനംതിട്ട. 33 വർഷത്തെ പാരമ്പര്യവുമായി ദശമി ഫിനാൻസ് കൂടുതലിടങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു. ആലപ്പുഴ മാവേലിക്കരയിലും കായംകുളത്തും പുതിയ ബ്രാഞ്ചുകൾ പ്രവർത്തനം തുടങ്ങി. 5 വർഷത്തിനുള്ളിൽ 200ഓളം ബ്രാഞ്ചുകൾ തുറക്കുകയാണ് ദശമി ഫിനാൻസിന്റെ ലക്ഷ്യം. നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയായ ദശമി ഫിനാൻസ് 33 വർഷത്തെ പാരമ്പര്യവുമായാണ് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. ആലപ്പുഴ മാവേലിക്കരയിലും കായംകുളത്തും പുതിയ ബ്രാഞ്ചുകൾ ഉദ്ഘാടനം ചെയ്തു. ശ്യാംകുമാറും മാനേജിംഗ് ഡയറക്ടർ അനിത ഫ്രാൻസിസും ചേർന്ന് നിർവഹിച്ചു. അഞ്ച് വർഷത്തിനുള്ളിൽ 200ഓളം ബ്രാഞ്ചുകൾ ആരംഭിക്കുകയാണ് ദശമി ഫിനാൻസിന്റെ ലക്ഷ്യം. നമ്മൾ ഈ ഒരു വളർച്ചയിൽ നമ്മൾക്ക് ഏറ്റവും കടപ്പാടുള്ളത് നിങ്ങളിരിക്കുന്ന എല്ലാ നല്ലവരായിട്ടുള്ള കസ്റ്റമേഴ്സുമാണ്. ഈ ഒരു വളർച്ചയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനിയും നമ്മളുടെ എല്ലാ വളർച്ചയിലും നിങ്ങളും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലും കേരളത്തിന് പുറത്തും ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കൂടുതൽ വിപുലീകരിച്ച് സാമ്പത്തിക സേവനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. ബ്രാഞ്ച് ഉദ്ഘാടന ചടങ്ങുകളിൽ ജനറൽ മാനേജർ റസൽ വി, സ്റ്റേറ്റ് ഹെഡ് ക്രിസ്റ്റി ജോൺ, ഏരിയ മാനേജർ രേഷ്മ കൃഷ്ണൻ, ബ്രാഞ്ച് മാനേജർമാരായ വിഷ്ണുപ്രിയ, അജിത, ഉപഭോക്താക്കളുടെ പ്രതിനിധികളായി കുര്യൻ MM, വിൻസെന്റ് ജോളി എന്നിവർ പങ്കെടുത്തു. 24 ആലപ്പുഴ. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.